ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് 2 വർഷക്കാലം ചിലവഴിച്ച ഇന്ത്യൻ സ്ട്രൈക്കറാണ് ഇഷാൻ പണ്ഡിത. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനകത്ത് തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ISL-ൽ ഒരൊറ്റ ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതായത് ബ്ലാസ്റ്റേഴ്സിനകത്ത് അവസരങ്ങൾ കുറവായിരുന്നു, കൂടാതെ പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല ക്ലബിനകത്ത് ക്ലച്ച് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ മലപ്പുറം FC-യിലേക്ക് ഇഷാൻ പണ്ഡിത പോയിരുന്നു. അവിടെയും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബായ FC ഗോവ അദ്ദേഹത്തെ തിരിച്ചെത്തിച്ചു. കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു ഇഷാൻ പണ്ഡിത കളിച്ചിരുന്നത്. അവിടെയും ക്ലച്ച് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. കേവലം 6 മത്സരങ്ങൾ മാത്രമാണ്, അഥവാ 202 മിനിറ്റ് മാത്രമാണ് കഴിഞ്ഞ സീസണിൽ ഇഷാൻ പണ്ഡിത ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഒരു ഗോളോ അസിസ്റ്റോ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ FC ഗോവയും ഇദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇഷാൻ പണ്ഡിത ഗോവയിൽ തുടരില്ല, അദ്ദേഹത്തിന് പുതിയ ഒരു ക്ലബ്ബ് ആവശ്യമായി വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം എവിടെയും ക്ലച്ച് പിടിക്കാൻ ഇഷാൻ പണ്ഡിതയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഗോവയും അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇഷാൻ പണ്ഡിതയെ ഏത് ക്ലബ്ബ് സ്വന്തമാക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വലിയ ഭാവി കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു സ്ട്രൈക്കർ ആയിരുന്നു ഇഷാൻ പണ്ഡിത. പക്ഷേ പരിക്കുകളും മറ്റു പ്രശ്നങ്ങളും കാരണം അദ്ദേഹത്തിന് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.